വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു സാരി ഉപയോഗിച്ചിട്ട് ദാവണി സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ ഒരു സാരിയിൽ നിന്ന് 3 മീറ്ററാണ് പാവാടയ്ക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഈ ഒരു താഴെ ഭാഗത്തുള്ള ബോർഡറോട് ചേർന്നിട്ടുള്ള വർക്ക് വരുന്ന ഈ ഒരു പോർഷൻ, ഇത് ഇത്രയും ഭാഗം 3 മീറ്ററാണ് കിട്ടുന്നത്. അത് നമ്മൾ പാവാടയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗത്തേക്ക് കംപ്ലീറ്റ് ഈ ചെറിയ ചെറിയ വർക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ അത് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാവാടയ്ക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പീസിൻ്റെ മുകൾ വശത്തോട്ട് ബോർഡറോ വർക്കോ ഒന്നും വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു സാരിയുടെ തുടക്കത്തിൽ, അതായത് പല്ലുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഭാഗത്ത് 1/2 മീറ്ററോളം പ്ലെയിൻ പീസാണ്. അതിൽ വേറെ വർക്കൊന്നും വന്നിട്ടില്ല. ആ ഒരു പ്ലെയിൻ പീസ് ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് വെക്കുന്നുണ്ട്. ചെറിയ വർക്ക് വരുന്ന ഭാഗം സ്ലീവിനും ഫ്രണ്ട് പോർഷനിലുമാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു പ്ലെയിൻ ഭാഗം കഴിഞ്ഞ് ബാക്കി വരുന്ന 3 മീറ്ററാണ് നമ്മൾ പാവാടയ്ക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സാരിയിൽ നിന്ന് ഇത്രയും ഭാഗമാണ് പ്ലെയിൻ പീസായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ മുന്താണി സൈഡിലേക്ക് വരുന്ന ഭാഗത്തേക്ക് ഫുള്ളും വർക്ക് വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് ബോർഡറുമാണ് വരുന്നത്. ഈ ഒരു മുന്താണി സൈഡിൽ നിന്ന് ബ്ലൗസിൻ്റെ സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. 3 മീറ്റർ തുണിയിൽ നമുക്ക് ഒരുപാടൊന്നും അങ്ങ് അടുപ്പിച്ചിട്ടുള്ള ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ലൂസിന് വേണ്ടി 4 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 40 ഇഞ്ചിലാണ് വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. ഇവിടെ ഞാൻ പാവാടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൽ നിന്നും 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം മുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാവാടയ്ക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തുണി കംപ്ലീറ്റും 42 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അത്രയും ലെങ്ത്ത് നമുക്കിത് ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 42 ഇഞ്ചാണെങ്കിൽ 40 ഇഞ്ച് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം 2 ഇഞ്ചാണ് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പടിയുടെ പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാവാടയുടെ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് മേൽഭാഗത്ത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മേൽഭാഗത്ത് എല്ലാ പ്ലീറ്റ്സും ചേർത്ത് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. ഈ ഒരു തുണി തികയില്ല. അപ്പോൾ പുറം ഭാഗത്തേക്ക് ഇതേപോലെ 1.5 ഇഞ്ച് വീതി വരത്തക്ക രീതിയിലാണ് ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗത്തൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ 2 ഇഞ്ച് വീതിയുള്ള പടിയും കൂടി റെഡിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. പാവാട ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ഈ ഒരു സാരിയിൽ ബ്ലൗസും പാവാടയും ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത്. പാവാടയുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബ്ലൗസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടും കൂടി ചേർന്ന് പറയുമ്പോഴത്തേനും വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടായി പോകും. അതുകൊണ്ടാണ്. ബ്ലൗസിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിങ്ങിലാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ലൈനിങ് ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മേൽഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം എത്രയാണോ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. താഴെ ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 15 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ ടോട്ടൽ 1 ഇഞ്ചാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ വിഡ്ത്ത് ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആം ഹോൾ ലെങ്ത്തും 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ചെറിയൊരു ക്ലോസ് നെക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷോൾഡർ വിഡ്ത്ത് ഈ ഒരു അളവിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 40 ഇഞ്ചാണ്. 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് ഒരു ടക്സ് ഇടുന്നതിന് വേണ്ടിയിട്ടും 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇവിടെ ആം ഹോൾ കർവാണ് വരച്ചെടുക്കേണ്ടത്.
ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കർവ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ കർവ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ച് അളവിൽ താഴോട്ടേക്ക് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ബാക്ക് വശത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത്. അടിവശത്ത് നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് 4 ഇഞ്ച് ലെങ്ത്തിൽ ആദ്യം ഒരു ചെറിയ ബോക്സ് വരച്ചെടുത്തിട്ട് അതിനകത്തൊരു യു ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഈ യു ഷേപ്പിൻ്റെ എൻഡിലേക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കാം. ആ ഒരു റൗണ്ട് നെക്കിൻ്റെ ആ ഒരു സൈഡ് വശത്ത് നിന്ന് ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ട്രയാങ്കിളിനകത്ത് സ്കാലപ്പ് പോലെയാണ് വരച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ ഹാഫ് സർക്കിളായിട്ട് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു അടപ്പിൻ്റെ പകുതി ഭാഗം ലൈനിൽ ടച്ച് ചെയ്ത് വെച്ച് അതേപോലെ ഉള്ളിലേക്ക് ഒരു ഹാഫ് സർക്കിളായിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇതേപോലെ വരച്ചെടുത്ത ശേഷം ഇതേ അളവിൽ മറുഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ച് മടക്കിയെടുത്ത ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേ അളവിൽ ആ ഒരു ഭാഗത്തേക്കും ഈ ഒരു മാർക്കിങ് പതിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇതേപോലെ മറുഭാഗത്തും അളവുകൾ പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് തെളിച്ച് വരച്ചു കൊടുക്കാം. ഇതേപോലെയാണ് ബാക്ക് നെക്കിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തത് കാണിച്ചു എന്ന് മാത്രം. ഇത് ഞാൻ ക്യാൻവാസിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അയൺ ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ 1/2 ഇഞ്ച് ഇതേപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ആ ഒരു ലൈനിൻ്റെ ഭാഗത്താണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ പ്രിൻസസ് കട്ടായിട്ടാണ് ബ്ലൗസ് ചെയ്തെടുക്കുന്നത്. ഇനി ഷോൾഡറിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ ഭാഗത്തും ബാക്ക് പീസിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം താഴെ ഭാഗത്തേക്കായിട്ട് ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ച് അധികം ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുത്ത ശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ബസ് പോയിൻ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ സൈഡിൽ നിന്നും ബസ്റ്റ് വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് 3.5 ഇഞ്ചാണ് ഇവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ബസ് പോയിൻറ്റും താഴത്തേക്ക് സ്ട്രൈറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് നീട്ടി മാർക്ക് ചെയ്തെടുത്തേക്ക് 2 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇതേപോലെ കർവ് ഷേപ്പിൽ ആ ഒരു ബസ് പോയിൻ്റ് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഈ ഒരു ആം ഹോൾ സൈഡിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ചോളം പീസ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴാണ് നമുക്കവിടെ കറക്റ്റ് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 3/4 ഇഞ്ച് ഇതേപോലെ കയറ്റി മാർക്ക് ചെയ്തെടുത്തിട്ട് കർവ് ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്താണ് ഓപ്പൺ കൊടുക്കുന്നത്, അതുകൊണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതൊരു ബോക്സായി വരച്ചെടുക്കാം. ഇവിടെ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചാണ്. ഇനി 5.5 ഇഞ്ചിലേക്ക് ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഡയമണ്ട് ഷേപ്പിലാണ് ഈ ഒരു നെക്ക് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഒരു ബോക്സായി വരച്ച ശേഷം അതിനകത്ത് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഞാനിപ്പോൾ അത്ര വൈഡായിട്ടല്ല കട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് പീസസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു സെൻട്രൽ പോർഷൻ, അതായത് നമ്മുടെ ബസ് പോയിൻ്റ് വരുന്ന ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആം ഹോളിൻ്റെ സൈഡിൽ ഈ ഒരു ടക്സ് വരുന്ന ഭാഗത്ത് 2 പീസിലും 1/4 ഇഞ്ച് വീതം കട്ട് ചെയ്ത് കളയാം. ഇവിടെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഞാനിവിടെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ചെറിയ പഫ് സ്ലീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് താഴെ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ആ ഒരു ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് 2.5 ഇഞ്ചിൽ വേറൊരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട തുണിക്ക് വേണ്ടിയിട്ടുള്ള അളവാണ്. ഇനി ക്യാപ്പ് ഹൈറ്റ് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു താഴെ ഭാഗത്ത് വരച്ചിരിക്കുന്ന ലൈനിൽ നിന്നാണ് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു പോയിൻറ്റും നമ്മുടെ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ 11 ഇഞ്ച് ലെങ്ത് വരുന്ന ആ ഒരു പോയിൻറ്റും ചേർത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുക്കാം. സ്ലീവ്സ് റൗണ്ട് താഴെ ഭാഗത്ത് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൽ വീതി കുറവായതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ പീസ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലൈനിങ്ങിൻ്റെ അളവിൽ ഓരോ പീസും മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് പീസ്, അതായത് ഫ്രണ്ട് പോർഷനിൽ സൈഡ് പീസിൽ ഇതേപോലെ കംപ്ലീറ്റ് വർക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് പ്ലെയിൻ പീസാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് പീസിലും പ്ലെയിൻ ആയിട്ടുള്ളതാണ് മെയിൻ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. സ്ലീവ്സിൽ കംപ്ലീറ്റ് വർക്കുള്ള ആ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിവശത്ത് ലേസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണാം. ബാക്ക് പീസാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കിൽ ഈ ഒരു ഡിസൈനാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. അത് ലൈനിങ്ങിൽ വരച്ചെടുത്തിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ അത് അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഷർട്ട് കോളറിനൊക്കെ വെക്കുന്ന ക്യാൻവാസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ സ്റ്റിഫായിട്ട് നിന്നോളും. എൻ്റെ കയ്യിൽ പേപ്പർ ക്യാൻവാസാണ് ഉള്ളത്, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൽ തന്നെ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പീസ് ആണ് ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിനേക്കാളും വീതിയേക്കാളും 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഡിസൈന് ഞാൻ ഇതിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡും അത് പതിപ്പിച്ച് കൊടുത്ത ശേഷം അയൺ ബോക്സ് വെച്ചിട്ട് ലൈനിങ്ങിൽ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കും. ലൈനിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നെക്ക് അതേപോലെ തന്നെ ഈ ഒരു പേപ്പർ ക്യാൻവാസിലേക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് തെളിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ മേലെ കൂടി ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്.
നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ 2 ഡോറിയും കൂടി ഇവിടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതേപോലെ 2 ഡോറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ആ ഒരു യൂനെക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ട്രയാങ്കിൾ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു 2 ഡോറി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു യു ഷേപ്പിൻ്റെ ആ ഒരു അറ്റത്താണ് നമ്മൾ ഈ ഒരു ഡോറി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗത്തേക്ക് വളരെ പതുക്കെ വേണം ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സൈഡിലും ആ ഒരു യൂനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഡോറി ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അതേ ഷേപ്പിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം ആ ഒരു കോർണറിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചുളിവുകളില്ലാണ്ട് കിട്ടും. നെക്ക് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ബാക്കി വന്ന ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റാം.
എന്നിട്ടിത് ഉള്ളിലോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ സൂചിയോ വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല ഭംഗിയിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു സ്കാലപ്പ് ഡിസൈനിൻ്റെ ഓരോ ഗ്യാപ്പിലും ഓരോരോ പേൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്തിട്ട് ആം ഹോളിൻ്റെ സൈഡിലും ഷോൾഡറിൻ്റെ സൈഡിലും രണ്ട് സൈഡ് വശത്തും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്ക് വശത്ത് രണ്ട് ടക്സ് ഇട്ട് കൊടുക്കണം. സെൻട്രൽ ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് ഈ ഒരു സൈഡിലേക്കും 4 ഇഞ്ച് മറ്റേ സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ടക്സിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്ത ശേഷം രണ്ട് ടക്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ ഇതേപോലെ ടക്സ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ അടിവശമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഫ്രണ്ട് പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ലെങ്ത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് ലെവലാക്കി കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് ഈ ഒരു ബ്ലൗസിന്. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ക്യാൻവാസിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പീസ് ഇതേപോലെ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് തുണിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികു വശം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഈ ഒരു ക്യാൻവാസിൽ ഒട്ടിച്ച പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലും നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ടില്ല. നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. രണ്ട് പീസിലും നെക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പീസുകൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രണ്ട് പീസിലും ബസ് പോയിൻറ്റിൻ്റെ ആ ഒരു അളവിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ നെക്ക് ഭാഗം ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു നെക്ക് സൈഡിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസിൽ നമ്മൾ ക്യാൻവാസിനെ കൊണ്ട് തിരിച്ചിട്ട് കൊടുത്ത ഭാഗത്തുകൂടി ഈ ഒരു ബാക്ക് പീസ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ച് വീതം ചെയ്യണം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സാണ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ പഫ് സ്ലീവ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് പഫ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിവശത്ത് ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്.
പാവാടയുടെ അടിവശത്ത് വരുന്ന അതേ ലേസാണിപ്പോൾ ഇവിടെയും വെച്ച് കൊടുത്തിരിക്കുന്നത്. 2 സ്ലീവും ഇതേപോലെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പ്ലീറ്റ്സിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗവും ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ലെങ്ത്ത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ലൈനിങ് തുണി നല്ല വശത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ച് എം ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബ്ലൗസിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്ലൗസ് ഞാൻ ഇതേപോലെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ബാക്ക് വശത്ത് ഡോറിയുടെ അറ്റത്തായിട്ട് സെയിം തുണി കൊണ്ട് തന്നെയാണ് ടെസൽസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ നിന്ന് തന്നെയാണ് ബ്ലൗസും പാവാടയും റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഷോള് 2.5 മീറ്റർ സെപ്പറേറ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ ഞാൻ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.